സഹൃദയകലാ സ്നേഹികളെ, ഒരു മനുഷ്യന് ഇതിനേക്കാൾ നല്ലതാകാൻ എങ്ങനെയാണ് സാധിക്കുക? പരോപകാരിയാവുക എന്നത് ഒരു സ്വതസിദ്ധമായ കഴിവാണ്. മറ്റ് മനുഷ്യരോടുള്ള പരിഗണനയ്ക്കപ്പുറം ധ്യാൻ എന്ന മനുഷ്യനൊരു അസാധാരണനാണ്. പടക്കം മീൻ ഹ്യൂമൻ ഡിസ്കൈസ് ആണെങ്കിലും പായസം പോലെ മധുരമുള്ളൊരു മനസ്സിനുടമയാണ് ധ്യാനേട്ടൻ. അങ്ങനെയുള്ള അദ്ദേഹത്തെ പറ്റി പ്രസ്തുത സിനിമയുടെ ഡയറക്ടർ പറഞ്ഞത് എന്താണെന്ന് കേൾക്കൂ. ഞങ്ങൾ 2021 തുടങ്ങിയ പടമായിരുന്നത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഞങ്ങൾ പെട്ടുപോയ സമയത്ത് ദൈവത്തിനെ പോലെ കൂടെ ധ്യാൻ ചേട്ടനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഹാപ്പി ന്യൂ ഇയർ സെർച്ച് ചെയ്തതിലത്തെ പാട്ടുകൾ കാണാം. 2024 ഇറങ്ങിയത്. ആ സിനിമ ഇവിടെ എത്തിക്കാൻ പെട്ട പാട് ചെറുതല്ല. ധ്യാൻ ചേട്ടന് നന്ദി. പടം ആരംഭിക്കുന്നത് ഒരു പൊട്ടക്കിണർ കാണിച്ചുകൊണ്ടാണ്. ആ പൊട്ടക്കിണറിനരികിലേക്ക് അലസമായി നടന്നു വരുന്ന ഒരു യുവാവിനെ ഇതാ കാട്ടിലും മലന്തേവായിരിക്കും. അതായത് അലസനായ ആ യുവാവിനെ അവിടെ കാടിന് നടുവിൽ കിണർ കുപ്പിവളയും കുറിയും ക്യൂടെക്സും കിളിപ്പറ്റ ഹാഫ് സാരിയും എടുത്ത ഏതോ ഒരു പ്രേതം ഇത് പ്രേതമാണ്. അതാ ഏതെങ്കിലും പെണ്ണ് ഓണത്തിന് റീൽ എടുക്കാൻ ആ കിണറ്റിന്റെ കരയിൽ കയറി ഇരിക്കണയാണ്. ദൂരെ 500 മീറ്റർ മാറിയിരുന്ന ആ പ്രേതം ആ യുവാവിന് കൈയും കാലും കാല് കാണിക്കണില്ല, കൈ കാണിച്ച് വശീകരിച്ച് കിണറ്റിൽ ചാടിക്കും. ഇത്രയും ദൂരെ നിന്ന് റേഞ്ച് കട്ടാവാതെ ഇവനെ വശീകരിക്കണമെങ്കിൽ ഇവൾക്ക് 5G നെറ്റ്വർക്ക് തന്നെ. കുൽസിതം എന്ന് പറയട്ടെ, ആ ആമസോൺ ഫോറസ്റ്റിൽ നടുക്ക് ഒരു കോളേജ് ഉണ്ട്. അത്ര അടിഞ്ഞു നടക്കാണെങ്കിലും ആ കോളേജിൽ നിറച്ച് പിള്ളേരുണ്ട് പഠിക്കാൻ. ആരെ കോളേജ് അറിയത്? ഗോകുലം ഗോപാലിന്റെ കോളേജ് അല്ല. അങ്ങേരാണ് ഈ കാടും മേടൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ കോളേജ് ഹോസ്പിറ്റലൊക്കെ കൊണ്ടുവയ്ക്കണതേ. എനിവേ, അവിടെ ഒരു ദുർമരണം നടന്നത് കാരണം കോളേജിലെ പിള്ളേർക്ക് മുന്നറിയിപ്പ് കൊടുക്കും. Nobody go to near that കിണർ. അവിടെ അപകടം ഹാഫ് സാരി ഉടുത്തും വരാമെന്ന്. കോളേജിന്റെ പിറകിലുള്ള മന്ദാകിനിക്കാട്ടിലേക്കുള്ള പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. അങ്ങനെ ആ കോളേജിലെ ടീച്ചേഴ്സിനെ ഒക്കെ കാണിക്കുവാണ്. കോളേജുകാര് മന്ദാകിനിക്കാട് അടച്ചുപൂട്ടിയതോ? ഇതൊന്നും വെറുതെ അല്ലല്ലോ. ഇതെല്ലാം നുണയാണെന്ന് ഞാൻ തെളിയിച്ചാ നിനക്ക്. എങ്ങോട്ട്? മന്ദാകിനി കാട്ടിലേക്ക്. എവളുമാര് സ്റ്റുഡൻസാ? ഏത് ആംഗിളിൽ കൂടെ? ഇതൊക്കെ സ്റ്റുഡൻസ് എങ്കിൽ ഇപ്പൊ ടീച്ചർമാര്. I say this is a stupid കണക്ക്. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. അങ്ങനെ ഒരു രാത്രി അവിടുത്തെ സ്റ്റുഡൻസ് കാട്ടിനകത്ത് പോയി പ്രേതമില്ലാന്ന് തെളിയിക്കാൻ ശ്രമിക്കും. വയസ്സ് കാലത്ത് ഓരോ കഴിപ്പുകൾ. ഒരു 27-28 അതി കൂടില്ല. പക്ഷെ തക്ക സമയത്ത് അവരുടെ തന്നെ പ്രായമുള്ള ടീച്ചേഴ്സ് വന്നത് കൊണ്ട് ആ പ്ലാൻ അങ്ങ് തവണത്തേക്കൊക്കെ ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ എന്താണെന്ന് അറിയാമോ? ഇത് പ്രേതത്തെ വ്യാമോഹിച്ച് തറച്ചതാണ്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. പുതിയ കാലം, ന്യൂ കോലം. അൽത്താഫ് ബ്രോ ഈ തറയിലാണ് മൂത്രം ഒഴിക്കാറുള്ളത്. എന്നും രാത്രി തുളസി തറയിൽ മൂത്രം ഒഴിക്കും. പിറ്റേന്ന് രാവിലെ വന്ന് അതിന് വെള്ളം ഒഴിക്കും. എനിക്ക് കിടന്ന് ഉറങ്ങണം. Now you see that പുറകിലിരിക്കുന്ന ഡ്യൂഡ്. He is the director and onion of the Altaf and this film. പിന്നെ ഒരാൾ കൂടി ഉണ്ട്. ആരായിരിക്കും? സോ ബേസിക്കലി ധ്യാൻ ചേട്ടന്റെ അനിയനാണ് ഇവൻ. ഇവന്റെ ചേട്ടനാണ് അൽഫാം. അൽഫാമിന്റെ ചേട്ടനെയാണ് ധ്യാൻ ചേട്ടൻ. പണ്ട് ധ്യാൻ ചേട്ടൻ ആ കോളേജിൽ പഠിച്ചതാണ്. അപ്പോഴാണ് ആ കോളേജിൽ മറ്റേ ഡ്യൂഡ് കിണറ്റിൽ വീണ് മഷിയായത്. പടത്തിൽ ആകെ അരമണിക്കൂർ ധ്യാൻ ചേട്ടൻ സഹായിക്കാന്ന് പറഞ്ഞോളൂ. കൃത്യം 30 മിനിറ്റ് കഴിഞ്ഞതും സഹായത്തിന്റെ ഷെഡ്യൂൾ തീർന്നെന്നും പറഞ്ഞ് ധ്യാൻ ചേട്ടൻ അങ്ങ് പോയി. അതിനാൽ ബാക്കിയുള്ള സീനൊക്കെ AI വെച്ചങ്ങ് അഡ്ജസ്റ്റ് ആക്കി. അല്ല, ഇപ്പൊ വന്ന് ദൈവങ്ങൾ വരെ AI വെച്ചാണ് പാപവും പുണ്യവും ഒക്കെ നിർണ്ണയിക്കുന്നത്. ആയതിനാൽ ധ്യാൻ ചേട്ടൻ ആ കോളേജിൽ പഠിച്ചത് കാണിക്കണമല്ലോ. അതിനാ ഇതാ ഒരു AI ധ്യാൻ. സംഭവം ധ്യാൻ ചേട്ട ഈ സംഭവം നടക്കുന്ന സമയത്ത് ഒരു മരത്തിന്റെ മൂലയ്ക്ക് നിന്ന് പടക്കത്തിന് തീ കൊളുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് സിഗായിരുന്നു കേട്ടാ, പടക്കമല്ല. പുള്ളിക്കാരനായത് കൊണ്ട് എന്തെങ്കിലും കത്തിക്കണാണ്. അത് പടക്കമാണോ സിഗരറ്റാണോ എന്ന് പറയാൻ പറ്റൂലേ. ഇപ്പൊ നോക്കിയാൽ ഷർട്ടിന്റെ പോക്കറ്റ് 2 കുറ്റിപ്പടക്കമെങ്കിലും കാണും. അങ്ങനെ അന്ന് നടന്ന IPC 302 300 ഒക്കെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട വൃത്തികെട്ട സാക്ഷിയാണ് ധ്യാൻ. ബട്ട് അന്ന് മറ്റവനെ കൊന്ന പ്രേതം എന്തുകൊണ്ട് ധ്യാനിനെ മർഡർ ആക്കിയില്ല എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ധ്യാൻ അണ്ണൻ സ്വന്തമായി ഒരു മന്ദവാദ്യരായി വിഭൂഷണം ചെയ്ത് ചിരകാലം സന്യാസിയായി മാടമ്പള്ളിയിൽ താമസിക്കുകയാണ്. ജർമ്മനിയുടെ കൊടിയാ. സോ അങ്ങനെ പുതിയ വർഷം, പുതിയ കുട്ടികൾ, ന്യൂ കോളേജ് ആൻഡ് സെയിം ഓൾഡ് മന്ദാകിനിക്കാട് ആൻഡ് വെൽ കിണർ. അവിടെ നമ്മുടെ ഡയറക്ടർ ആയതിനാൽ തന്നെ കോമഡി ഇൻ ദ ക്ലാസ്. The fundamental theorem of calculus is a theorem that links with the concept. മെല്ലനെ പറയോ? മെല്ലനെ പറയാം. The fundamental theorem of calculus is a theorem. What? You think that shit's funny? ഇവന്മാർക്കൊക്കെ ഇപ്പൊ ഇതെന്തിന്റെ കേടാണ്?
കാട് തുറക്കണത് നല്ലതല്ലേ? അന്ധവിശ്വാസങ്ങളൊക്കെ പോട്ടേന്ന്. അത് മാമന് മന്ദാകിനിയെ കുറിച്ച് ശരിക്കും അറിയാൻ. ഇത് മറ്റേ ആൽബം ഡ്യൂഡ് അല്ലേ? ഐ നോ ഹിം. താടി വെക്കിയ മന്ദാകിനി കാട് പോലെ അങ്ങ് ഒരുപാട് വളർന്നു കേട്ടോ. ഇവൻ മാമയാണ്, മാമ. ദാന്റെ അൽത്താഫിന്റെയും മാമ. കോളേജ് തുറന്നു എന്ന് കേട്ടതും കാടും കിണറും തുറക്കണമെന്ന് ഒരു കൂട്ടം റെബൽ. ബട്ട് അത് പാടില്ല. കാരണം അൽഫാമും അന്ന് ആ സംഭവം ഉണ്ടായ സമയത്ത് AI മാറി ആ കാട്ടിലൂടെ വാക്ക് ചെയ്തു വരികയായിരുന്നു. ഇവന്മാരെല്ലാം കൂടി ഈ പാതിരാത്രി വാട്ട് കിണ്ടിക്കാണ് ഇൻസൈഡ് കാട് ഓടിച്ചാടി നടക്കണം എന്ന് ചോദിച്ചാൽ അന്ന് അവിടെ വെച്ച് ആ കാട്ടിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടു. പക്ഷെ അൽഫാമിനെ മണ്ടോതിരി കൊല്ലൂല. കാരണം വ്യക്തമല്ല. So there is something fishy in that card. ബട്ട് ഒരു പ്രേത സിനിമയിൽ ഒരു വക പുകഞ്ഞ ക്യൂരിയോസിറ്റിയുടെ ഉജ്ജ്വലമായ മുന്നേറ്റത്തിൽ മുട്ടുകുത്തി മുണ്ട് മടക്കി പ്രേതത്തിന്റെ വായിലോട്ട് കയറി ചെല്ലുന്ന ഈ സിനിമയിൽ ആ വെകിളികളുടെ ഇവന്മാരാണ്. ഈ പ്രേതം അത് ഇലക്ട്രിക് ചെയറിൽ ഇരുന്ന് മരിച്ചൊരുത്തിന്റെ പ്രേതമുണ്ടേ. കൃത്യം നോക്ക് അല്ലേ? അച്ഛനും അമ്മയും നമ്മളെ വിട്ടുപോയത്, മാമനൊഴിച്ച് വേറെ ആരും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്കൊക്കെ പ്രേമിക്കാൻ തന്നെ പേടിയായിരുന്നു. പ്രേമിക്കാൻ പേടിയ അത് കള്ളപ്പച്ച. അങ്ങനെയാണെങ്കിൽ ഇന്നാള് ഈസ്റ്റ് വടക്ക് വിജയന്റെ പടത്തില് ഭർത്താവുള്ള ദിവ്യ പിള്ളയെ പ്രേമിച്ചത് എന്ത് വികാരത്തിന്റെ പുറത്തായിരുന്നു? നമുക്കറിയാം. അതൊക്കെ ചുമ്മാ കള്ളം പറ്റിക്കുകയാണല്ല. എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു, നല്ല സീരിയസ് ആയിരുന്നു. പക്ഷെ അവളെ കെട്ടണമെങ്കിൽ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് അവളുടെ കൂടെ ചെല്ലണം എന്ന് പോയി പണി വെക്കാൻ പറഞ്ഞു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇത് വീടല്ല, 103 മൂരികളുടെ തൊഴുത്താണ്. ഇനി ഈ മണ്ടോതിരിക്ക് ഒരു പൃഷ്ഠകഥയുണ്ട്. ബേസിക്കലി AI സ്റ്റോറി. പണ്ട് കലിംഗ സാമ്രാജ്യത്തിന്റെ രാജ്ഞിയായിരുന്നു ഇവളെ. ഒരു കൂട്ടം കാട്ടാള വരുത്തർ ചിത്രവധം ചെയ്ത് കൊന്നു അത്രേ. അതിന് പ്രതികാരമായി 3-ാം പക്കം സ്കിപ്പ് ചെയ്ത് 4th ഡേ അണ്ടർടേക്കർ ആയ അവൾ ആ കുലം തന്നെ മുടിച്ച് ഒടുവിൽ ആ കിണറ്റിൽ തറക്കപ്പെട്ടു അത്രേ. ഇതിനിടയിൽ ചെക്കന്റെ ഒരു പ്രേമഗാനം. കണ്ണുനീർ തുള്ളിയേ പ്രിയോടുപമിച്ച കാവ്യഭാവനേ. മീൻവീൽ കോളേജിലെ പിള്ളേർ കാട് തുറക്കണമെന്ന പ്രതിഷേധം ശക്തമാക്കി ടെന്റ് അടിച്ചവിടെ സമരം ചെയ്യാണ്. അതിനോടനുബന്ധിച്ച് PT വിളിച്ചു ചേർത്ത് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആകെ അങ്കലാപ്പിലായി തന്റെ വിഷമം പങ്കുവെക്കുകയാണ്. അല്ല, ഈ പിള്ളേർ എന്തിനാണ് ഈ കാട് തുറക്കാൻ വേണ്ടി കിടന്ന് ഈ സമരം ചെയ്യണം? പണ്ട് തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിനകത്തും ഇതുപോലൊരു കാട്ടുകഥ ഉണ്ടായിരുന്നു. അതിന്റെ പുറകിലെ കുളത്തിലും ഏതോ പ്രേതം ഉണ്ടെന്ന്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് ഈ വീടിന് പുറത്ത് ധ്യാനും അൽഫാമിന് ഇറങ്ങാൻ പറ്റൂലെന്ന് കാട്ടാകട അണ്ണനോട് പറയും. കാരണം അവർ ഗോബ്ലിനെ ആരാധിക്കുന്നുണ്ടേ. സോ ലുട്ടാപ്പിതിന്റെ കുടുംബ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരണ ദിവസം ധ്യാനെ അൽത്താഫിനെയും കാണണം. അല്ലെങ്കിൽ ചരിത്രം അനുസരിച്ച് ചാത്ത ശപിച്ച് മൂത്രം തൊണ്ടിൽ കുടുങ്ങിയുള്ള കഴുപ്പണം കെട്ട മരണമാണ് വരം. അല്ല, കരിയതും പടത്തിലില്ല. ഞാൻ അത് കൈനീട്ടതാണെങ്കിലും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. മീൻവെയിൽ ഇന്ന് കാട് തുറക്കാനുള്ള അപ്പീലിംഗ് ഡേ ആണ്. കോളേജിൽ നായകനും വീട്ടിൽ ട്രാപ്പായിരിക്കുന്ന ധ്യാനും എടാ ഒരു മനുഷ്യനെ വിളിച്ച് പടത്തിൽ അഭിനയിക്കാന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിൽ പിടിച്ച് കെട്ടിയിട്ടേക്കാണോടാ. കൊടുത്ത പൈസക്ക് അങ്ങനെ മുറ്റത്തോട്ടെങ്കിലും ഇറങ്ങാമെന്ന് സമ്മതിക്കണ്ട. ഒരു റൂമിൽ പിടിച്ച് അടച്ചിട്ടേക്കണ്. പാവം തന്നെ. അതേസമയം മറ്റൊരിടത്ത് നായികയുടെ ബാഗിൽ ഒരു കൂട്ടുകാരി ഇത്തിരി ഹെവി ആയിട്ടുള്ള ഒരു സാധനം ഒളിപ്പിച്ചു വെക്കും. ബട്ട് വ്യത്യാസമെന്ന് പറയട്ടെ, ആ സാധനം അവൾ ഡ്രോപ്പ് ചെയ്യും. അതും കോളേജിന്റെ ക്ലാസ് റൂമിനകത്ത്. ആ സാധനം അവിടെ ആരെയും പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാതെ ഒറ്റയ്ക്ക് ആ ഇരുട്ടത്ത്. അന്ന് അതേ സമയം രാത്രി കോളേജിലെ ജിം ട്രെയിനറും സെക്യൂരിറ്റി ഗാർഡുമായ മിസ്റ്റർ റിയാസ് ഖാൻ കാട്ടിൽ രാത്രി ടോർച്ച് അടിച്ച് വെളിച്ചം എവിടെ വരെ പോയേക്കും എന്ന് അറിയാൻ ആമസോണിന്റെ അകത്തേക്ക് കയറി ചെല്ലും. അപ്പൊ അവിടെ അത് ആപത്ത് നോക്കിയിരുന്ന മന്ദാകിനി ശരി, വെറും വൈബ്രേറ്റർ കൊണ്ട് ഇവക്കട അടവിൽ നിന്ന് രക്ഷപ്പെടാമെങ്കിൽ ഈ നൂറ്റാണ്ട് കണക്കിന് പൂജയും വഴിപാടും ഒക്കെ എന്തിന്? ഒരു വൈബ്രേറ്ററായിട്ട് പോയിട്ട് നേർക്കേറെ എന്ന് അവളെ നശിപ്പിച്ച പോരായിരുന്ന. പക്ഷെ എങ്കിൽ വൈബ്രേറ്റർ അടിച്ച് രക്ഷപ്പെട്ട റിയാസ് ഖാനെ കണ്ട് മന്ദാകിനി പോലും അങ്കൂഷിയായി പോയി. എന്നാലും അതല്ലല്ലോ. പിന്നെ ലവക്കാണെങ്കിൽ പേഴ്സ് പോയ ടെൻഷൻ, അതിനകത്താണെങ്കിൽ മറ്റേ സാധനം. അത് പൊക്കി കഴിഞ്ഞ് അവളെ ജീവിതം പോയെന്ന് പറഞ്ഞു അവൾ എന്ത് ചെയ്യും? രാത്രി കാമുകനെ വിളിക്കും. ഈ ഫ്യൂസ് പോയവനാണെങ്കിൽ രാത്രി വേറെ എന്തിനുമാണ് വിളിച്ചതെന്ന് പറഞ്ഞ് ഷെർവാണി ഇട്ടുകൊണ്ട് രാത്രി ചെന്നേക്കണ്. നിനക്ക് എന്താ ഇറക്കേ? എന്താ ഇങ്ങനെ? അതേസമയം കോളേജിന്റെ മതിൽ ചാടി പഴയ സ്റ്റുഡൻസ് പരിപ്പും വെളിച്ചെണ്ണയായിട്ട് വരെയാണ്.
ഇവര് ഇപ്പോഴും വളർന്നില്ലേടേ. പിന്നെ അന്നേ 69 വട്ടം പ്രായപൂർത്തിയവരാണ് ഇവര്. ഇനിയിപ്പോ ശക്തിപൂത്രി മാത്രമേ ആവുള്ളൂ. മറ്റൊരു വഴിയിലൂടെ നായകനും നായികയും അവിടെ എത്തുകയാണ്. അവരാണെങ്കിൽ പാതിരാത്രി 12 മണിക്ക് നൊസ്റ്റ അടിച്ച് സാരി ഉടുത്ത് ഈ അമ്മച്ചിമാര് ക്ലാസ് റൂമിനകത്ത് കയറി ഫീൽ ആവണ്. വല്ലാത്തൊരു ദ്വന്ദ് പ്രാന്ത് തന്നെ കേട്ടോ ഇത്. ഒരു കോമഡി കണ്ടാലോ? മുണ്ടഴിയണ സീൻ, മുറുക്കാൻ തൂപ്പണ സീനൊക്കെ ഇപ്പോഴും പേപ്പറിൽ എഴുതി വെച്ച് ആൾക്കാരെ ചിരിപ്പിക്കാന്ന് വിചാരിക്കണ നിന്റെയൊക്കെ തലച്ചോറ് അഴുകി പോട്ടാ. അത് മാത്രമല്ല, അഴിഞ്ഞു പോയ മുണ്ട് കെട്ട നായിക മുട്ടുകുത്തിയിരുന്ന് കയ്യിൽ കിട്ടിയ കൊച്ചൻ കയറ് കൊണ്ട് നായകന് കെട്ടിക്കൊടുക്കും. ഇത് 2 പെഗടിക്കാൻ മതിൽ ചാടി കടന്നു വന്ന സ്കൂളിലെ 2 വാത്യാർമാർ കണ്ട് സ്വർഗസ്ഥനാകും തെറ്റിദ്ധരിക്കും. എടാ, ഈ കോമഡിയൊക്കെ പണ്ട് ചാർലി ചാപ്ലിൻ വിട്ട കോമഡിയാണ്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. ഒന്നുമില്ല ഒരു സീൻ പോലും. ഇത് കണ്ട് സദാചാരം തുടർന്ന വാത്യാർമാർ ഇത് അവരോട് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്നും പറഞ്ഞ് അവരെ തപ്പി പുറകെ പോകും. നടന്ന് ഒരു കാട്ടിനകത്തേക്ക് വഴിതെറ്റി കയറി കിണറ്റിന്റെ മുകളിൽ ഇരുന്ന മന്ദാകിനിയുടെ അടുത്ത് ഇവളെന്തിനീ കിണറ്റിന്റെ മുകളിൽ കയറിയിരിക്കണ? മഴ കണ്ട തവളെ പോലെ കിണറ്റിന്റെ മുകളിൽ തന്നെ. ബട്ട് അഗാധമായ ചിന്തയിലായിരുന്ന മന്ദാകിനി ഇവനെ കണ്ടാലും മൈൻഡ് ആക്കൂല. എന്നാലും അതല്ലല്ലോ. മീൻവെൽ പേഴ്സ് തപ്പി ഒടുക്ക നമ്മുടെ പേഴ്സ് നൊസ്റ്റു ടീമിന് കിട്ടും. അതിനകത്തിരുന്ന കോണ്ടവും. ഗോയ്സ്, ഞാൻ ഇനി ഒരു സത്യം പറയട്ടെ. ഈ മന്ദാകിനി ഒരു ദുർമന്ത്രവാദിയായിരുന്നറിയോ? ഒരു കള്ള മന്ത്രവാദിയാണെന്ന് എന്റെ മോന്ത കണ്ടാലറിയാം. ഇനി നൊസ്റ്റു അടിച്ച് കാട്ടിൽ വന്ന ഓൾഡ് പീപ്പിൾ കാട്ടിലേക്ക് കയറി ചിലവേ മന്ദാകിനെ കാണാൻ ഇടവരും. കിണറ്റിന്റെ മൂട്ടിലിരുന്ന മന്ദാകിനി ഒരുത്തിയെ വളയ്ക്കും. തത്സമയം തന്നെ വാർഡനായ റിയാക്ഷൻ ഖാനിൽ നിന്ന് രക്ഷപ്പെട്ട ഓടിയ നായകൻ കിണറ്റിന്റെ മുന്നിലെത്തി. ഞാൻ ആദ്യം ചാടും, നീ അങ്ങോട്ട് മാറിയില്ലെന്ന് പറഞ്ഞ് കിണറ്റിലേക്ക് എടുത്ത് ചാടും. ബട്ട് കൃത്യസമയത്ത് അവിടെ എത്തിയ റിയാക്ഷൻ ഖാൻ അവന് തന്റെ മസിൽ വെച്ച് രക്ഷിക്കും. 3 കൊല്ലം അടുപ്പിച്ച് മിസ്റ്റർ പോഞ്ഞിക്കരി ഇത് വെറുതെ അല്ല. എന്നാലും മന്ദാകിനി നിന്നെ എന്താ കൊല്ലാതെ വിട്ടെന്ന് ഞാൻ ആലോചിക്കുന്നു. വേണ്ടടാ, നീയൊക്കെ പ്രേക്ഷകരെ കൊന്നല്ല. ഈ പടം വലിയ സ്ക്രീനിൽ കാണിച്ച് പ്രേക്ഷകരെ കൊന്നല്ല. ഇനി ഞാൻ ഒരു സത്യം കൂടി പറയട്ടെ. ഈ മന്ദാകിനിക്ക് ഒരു അനിയത്തി കൂടി ഉണ്ടായിരുന്നു അങ്ങ് പണ്ട്. ാണ് ഇവന്റെ ലവറയ ഈ പെണ്ണ്. ഇനി ഞാൻ പിന്നെ ഒരു കലർന്ന സത്യം കൂടി പറയട്ടെ. ഈ പണ്ടത്തെ 2 സഹോദരിമാരും ഒരു ബാഡ് മന്ത്രവാദിനികളായിരുന്നു. ഡാഗിനിയും ഡാഗിനിയുടെ ചേച്ചിയും പോലെ. അതിനാൽ തന്നെ അവരെ ആക്രമിച്ച് അടിമകളാക്കി വളർത്താൻ വരുത്തരായ പല ടീമും ശ്രമിക്കും. ബട്ട് അവർ ദുർമന്ത്രവാദം കൊണ്ടൊരു മദർ ഫ്ലെയിം ഉണ്ടാക്കി വെച്ച് എല്ലാരും തീയിട്ട് കൊല്ലും. ആ വരുത്തന്മാരുടെ ഗ്യാങ് ലീഡർ ആയിരുന്നു. വെയിറ്റ്, ഒരാൾ കൂടി ഉണ്ട്. ദ റിയൽ ഹീറോ. എടാ, ഇതൊക്കെ എന്ത് വേഷടാ? വേഷം പോലും ഒരു ചേർച്ചയില്ലല്ല. ഇത് ഏത് കാലഘട്ടം ഇത്? കാലില് ബൂട്ടും വവ്വാലിന്റെ ഷാളും ഇട്ട് യവന്മാർ 2 മാസം രാജകൊട്ടാരത്തിലുള്ള ഒരു ട്രഡീഷണൽ വേഷം. അല്ലെങ്കിൽ കിങ്കരന്മാർക്ക് എന്ത് കാട്ടാള വേഷം? യവന്മാർ 2 മാത്രം ടൈം ട്രാവൽ ചെയ്ത് വന്നതാ. അല്ല, അപ്പൊ ഇവര് വില്ലന്മാരല്ലേ? അപ്പൊ പിന്നെ ഇവന്മാർ ഇവരെ കൂടെ ഉള്ളതാ? ഓ, എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ രഹസ്യമൊക്കെ ഇറങ്ങണമെങ്കിൽ ഒരിക്കലും ഇറങ്ങാത്ത ഇതിന്റെ 2ാം ഭാഗത്തിലായിട്ട് കാത്തിരിക്കരുത്. എടാ, ഞാൻ അറിയാൻ ചോദിക്കുകയാണ്. ഈ അൾട്ടിമേറ്റ് പ്രോമാക്സ് ക്രിഞ്ച് അവരാത് ടാപ്പർ മിക്സിന് വേണ്ടിയാണ് നീ കിടന്ന് കരഞ്ഞ? നമുക്കൊരു സിനിമ എടുക്കുമ്പോൾ അതിന്റെ നിലവാരം നമുക്ക് സ്വയം മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ സിനിമ എടുക്കാൻ പാടുള്ളൂ. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. നല്ലൊരു സാധനങ്ങളൊക്കെ അതിനകത്ത് കൊണ്ടുവരായിരുന്നു. ഒരു കാട്ടിനകത്തുള്ള ഒരു സാധനം അതിനകത്ത് ഒരു മിത്തൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലൊരു സിനിമയാക്കി മാറ്റാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ നോട്ട് സ്കിൽഡ് ഇനഫ്. ഇത് മുന്നേ തന്നെ ഉണ്ടായിരുന്ന ഒരു സിനിമേനെ എടുത്ത് തലയെ വെച്ച് അതിനകത്ത് വേറൊരു സാധനം കുത്തിക്കയറ്റി കഥ ട്വിസ്റ്റ് ചെയ്തത് പറഞ്ഞ കാര്യമില്ല. നിങ്ങൾക്ക് മനസ്സിലായല്ലോ സിനിമയെ പറ്റി. ഈ പടമൊക്കെ അശ്വന്ത് ഗോക്ക് മോശമാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോകണമെന്നൊക്കെ കേട്ട് മുമ്പ് കഴിഞ്ഞല്ലോ. എന്തായാലും ഈ പടത്തിൽ അശ്വന്ത് ഗോക്ക് ആരെങ്കിലും ഒരാൾ നല്ല റിവ്യൂ പറഞ്ഞിരുന്നെങ്കിൽ മേലാ ജനങ്ങൾ അവരെ വിശ്വസിക്കില്ലായിരുന്നു. അവരെ പണി അതോടെ പോയനെ. പടം മൊത്തം അത് മറ്റേ ചീപ്പ് സ്ക്രീൻഷോട്ട് ഇട്ടാണ് അവസാനമൊക്കെ കാണിച്ചു വെച്ചേക്കണം സിനിമയുടെ. ഇമാതിരി ചെറിയ പഴം വെച്ച് നാനോ ബനാനോ വെച്ച് സിനിമ ഉണ്ടാക്കിയിട്ട് അത് തിയേറ്ററിൽ കൊണ്ട് പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തവന്മാരാണ് ആദ്യം ചെവുക്കലടിച്ച് പൊട്ടിക്കാനുള്ള. സോ ഗൈസ്, എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് എന്തായിരുന്നു ഈ പടത്തെ പറ്റിയുള്ള അഭിപ്രായം? നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക. നമുക്കത് നിർത്താം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി ഇനിയും കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമ്മൾ ഇനിയും കാണും. Thanks. Love you.